ദുര്യോധനന്റെയും കർണന്റെയും ദുശാസനന്റെയും കണ്ണുകൾ ശകുനിയുടെ കൈകളിലേക്കായി. മരണത്തേക്കാൾ വലിയ ശിക്ഷ നമ്മൾ അവർക്ക് നൽകുന്നു. അവർ ഈ കാലം കൊണ്ട് പണിതുയർത്തിയ അവരുടെ ആ സാമ്രാജ്യം നമ്മൾ കൈക്കലാക്കുന്നു. പക്ഷേ യുധിഷ്ഠിരനെ ഉപയോഗിച്ചെങ്ങനെ? യുധിഷ്ഠിരനെ പറ്റി ഞാൻ നിരീക്ഷിച്ചിടത്തോളം അവന്റെ രക്തത്തിൽ തന്നെയുണ്ട് പകിടകളിയോടുള്ള ഒരു ദൗർബല്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കളിയിലെ ആദ്യത്തെ കരുവായി അവനെ തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മൾ ക്ഷണിച്ചാൽ പോലും അവരിവിടേക്ക് വരുമോ? ഒരൊറ്റ കാരണം കൊണ്ട്. രാജാവെന്ന നിലയിൽ ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് യുധിഷ്ഠിരന് ഈ ക്ഷണം നിരസിക്കാൻ കഴിയില്ല. അതിനുപരി പകിടകളിയോടുള്ള പ്രലോഭനവും അവനെ വിടില്ല. ശകുനിയുടെ ഉറച്ച വിശ്വാസം അവരെ കൂടുതൽ ആനന്ദത്തിലാക്കി. പക്ഷേ ആ ഒരു വിശ്വാസം സംഭവിക്കണമെങ്കിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്രകാരം നടക്കണമെങ്കിൽ ദുര്യോധന, നിന്റെ പിതാവിന്റെ സമ്മതം അനിവാര്യമാണ്. ദുര്യോധനന്റെ മറുപടിക്ക് മുന്നേ ശകുനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഒരു മത്സരത്തിന് പിന്നിലെ സത്യം ഇപ്പോൾ നമ്മളിൽ മാത്രം അറിയുവാൻ പാടുള്ളൂ. വെറും ഒരു സാധാരണ പന്തയം എന്ന രീതിയിലായിരിക്കണം പിതാവിന്റെ സമ്മതം വാങ്ങാൻ.